നമസ്കാരം. 4 വർഷം മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ, ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾ കണ്ടൊരു വീഡിയോ. ആ വീഡിയോയുടെ തമ്പാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. അന്തിമ യുദ്ധത്തിനൊരുങ്ങി സുധാകരൻ CPM പിളർപ്പിലേക്ക്. ആ വീഡിയോയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. സുധാകരൻ തുടർ ഭരണം ഉണ്ടായാലും ഇല്ലെങ്കിലും പുറത്തേക്കാണ്. സുധാകരനൊപ്പമായിരിക്കുമോ പാർട്ടി, അതോ സുധാകരൻ പുറത്താവുമോ എന്നത് മാത്രമേ അറിയേണ്ടതുള്ളൂ. സുധാകരൻ രണ്ടും കൽപ്പിച്ചുള്ള പരസ്യയുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CPM-ൽ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധമാണ് കഴിഞ്ഞ 2 ആഴ്ചയായി സുധാകരന്റെ ഇടപെടലും പെരുമാറ്റവും പ്രതികരണവും. ഇതുവരെ ഒരു അക്ഷരം മിണ്ടില്ല. EP ജയരാജൻ ഇനി പാർലമെന്ററി മത്സരം ഇല്ല എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ പാർട്ടി ശാസിച്ചു, പാർട്ടി അനിഷ്ടം പ്രകടിപ്പിച്ചു. പക്ഷെ സുധാകരനെതിരെ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. സുധാകരൻ ചെറിയ ആരോപണങ്ങളോട് പോലും അസഹിഷ്ണുതയുള്ള ആളാണ്. സുധാകരനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം തീർത്ത് പറയട്ടെ, CPM-ലെ പല നേതാക്കന്മാരെയും പോലെ, പിണറായിസ്റ്റുകളെ പോലെ അല്ല സുധാകരൻ. 5 നയ പൈസ അഴിമതി നടത്താത്ത നേതാവാ. ഈ പറയുന്ന എടുത്തുചാട്ടവും ബഹളവും ഒക്കെ ഉണ്ടെന്ന് മാത്രം, അഴിമതി നടത്തില്ല. ഈ സുധാകരനായിരുന്നു പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും വീര്യമുള്ള മന്ത്രി. തനിക്ക് സീറ്റില്ല എന്നറിഞ്ഞപ്പോൾ CPM-ലേതടക്കമുള്ള ചില നേതാക്കന്മാർ മദ്യസൽക്കാരം നടത്തി എന്നാണ് പറഞ്ഞത്. എത്ര ഗുരുതരമായ ആരോപണമാണ്. ഈ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് സുധാകരൻ ലക്ഷ്യം വെച്ചത്, ഉദ്ദേശിച്ചത് പിണറായി വിജയനെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സുധാകരൻ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിനിറങ്ങുകയാണ്. ആലപ്പുഴയിൽ സ്ഫോടനമുണ്ടാവും. ഈ സ്ഫോടനം സുധാകരനായിരിക്കും നേതൃത്വം കൊടുക്കുന്നത്. ഇത് ഒരുതരം മിനി പിളർപ്പിലേക്ക് തന്നെ നയിച്ചെന്ന് വരാം. 4 വർഷം പിന്നിട്ടപ്പോൾ ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നു. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ സുധാകരൻ ഇടതുപക്ഷത്തിനെതിരെ സ്ഥാനാർത്ഥിയാവുന്നു. സുധാകരൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലെങ്കിലും പിണറായി സത്തിന്റെ ഭീകരതയ്ക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ CPM-ന്റെ അവസ്ഥ. വീണ്ടും CPIM അധികാരത്തിൽ വരും എന്ന് പറയുന്ന വിഡ്ഢികൾ മറന്നുപോകുന്നത് CPM-കാർ തന്നെ ആ പാർട്ടിയെ വെറുക്കുന്നുവെന്നാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ CPM-ലെ എത്ര പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പുറത്തേക്ക് പോയിരിക്കുന്നു. നമ്മൾ അറിയാത്ത സാധാരണ പ്രവർത്തകർ നിശബ്ദരായി രാഷ്ട്രീയ എതിരാളികൾക്ക് വോട്ട് ചെയ്യുന്നത് പതിവായതിന് പിന്നാലെയാണ് പ്രധാന നേതാക്കൾ പുറത്തേക്ക് പോകുന്നത്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും നിശബ്ദമായി CPM വിരുദ്ധ കാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. അത് CPM-നോടുള്ള വിരോധം കൊണ്ടല്ല, പിണറായി സ്വന്തം താല്പര്യത്തിന് വേണ്ടി പാർട്ടിയെ ഇങ്ങനെ ആക്കി മാറ്റുകയും ഖജനാവിലെ പണമെടുത്ത് വ്യാജ പ്രചരണം നടത്തി നിലനിൽക്കുകയും ചെയ്യുന്നതിനുള്ള രോഷപ്രകടനമാണ്. നിഖിൽ പൈലിയുടെ ചെറിയ കുറിപ്പ് മാത്രം നോക്കുക. നിലമ്പൂർ MLA ആയിരുന്നു PV അൻവർ, ഷൊർണൂർ MLA ആയിരുന്നു PK ശശി, ദേവികുളം MLA ആയിരുന്നു S രാജേന്ദ്രൻ, വൈക്കം MLA ആയിരുന്നു K അജിത്ത്, കൊട്ടാരക്കര MLA ആയിരുന്നു ഐഷ പോറ്റി, നാട്ടിക MLA മുകുന്ദൻ, ഇപ്പോൾ മുൻമന്ത്രി സുധാകരൻ. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി നേരിടാൻ പോകുന്ന വലിയ ദുരന്തത്തിൻ്റെ ട്രെയിലർ മാത്രമാണിത്. സിനിമ കാണാൻ പോകുന്നതേ ഉള്ളൂ. സുപ്രധാനമായ കാര്യമാണ്. ഈ 5 വർഷത്തിനിടയിൽ CPM വിട്ടു പോന്നിരിക്കുന്ന പ്രമുഖരെ വിടുക, MLA-മാരായിരുന്നവരുടെ അവസ്ഥയാണ്. PV അൻവർ ഏറ്റവും വലിയ CPM വിരുദ്ധ നേതാവായി മാറി. PK ശശി ഇപ്പോഴാണ് KTDC ചെയർമാൻ സ്ഥാനത്തുനിന്നും രാജിവെച്ച് CPM-നെതിരെ രംഗത്ത് വന്നത്. ദേവികുളം MLA ആയിരുന്ന രാജേന്ദ്രൻ CPM വിട്ട് BJP-യിലേക്ക് പോയി. വൈക്കം MLA ആയിരുന്ന K അജിത്തും BJP തിരഞ്ഞെടുത്തു. കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റിയും കോൺഗ്രസിലേക്ക് പോയി. നാട്ടിക MLA മുകുന്ദൻ്റെ അവസ്ഥയും മുൻ മന്ത്രിയായിരുന്ന സുധാകരൻ്റെ അവസ്ഥയും ഇങ്ങനെയാണ്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെ പോലെ എത്രയോ പേർ CPM-നെതിരെ TP ചന്ദ്രശേഖർ മോഡലിൽ കലാപം നടത്തുന്നു. എന്ന് വെച്ചാൽ പിണറായി ഇതുവരെ കെട്ടിപ്പൊക്കിയ സൈബറിടത്തിൽ അടിമകൾ കൊണ്ടാടിയ ഇസം പൂർണ്ണമായും ഇല്ലാതാകുന്നെന്നർത്ഥം. എന്നാൽ ഇത് മുതലെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നുണ്ടോ? CPM-ൽ നിന്നും ഒരു നേതാവ് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ പൂർവ്വകാലം പോലും പരിശോധിക്കാതെ അവരെ ഓടിച്ചിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? PK ശശി CPM വിട്ട് പുറത്തേക്ക് പോകുന്നത് ശരിയാണെങ്കിലും CPM-ന്റെ ആശയങ്ങളെ എതിർക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിലും ശശിയുടെ മേൽ ചുമത്തപ്പെട്ട പെണ്ണ് കേസ് അങ്ങനെ അങ്ങ് മറക്കാനാവുമോ? പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ശശിക്കെതിരെ പരാതി കൊടുത്തത്. എന്നിട്ടും ആ ശശിയെ UDF സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ശശി CPM-ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ കൊള്ളാവുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ശശി ഒരു ഘടകമായി മാറുന്നത് കൊണ്ട് തന്നെ വിജയമുറപ്പാണ്. ശശിയെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കണം എന്ന വാശി എന്തിനാണ്?
PV അൻവറിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ബേപ്പൂരിലേക്ക് മാറ്റി പരീക്ഷിച്ചു എന്നെങ്കിലും പറഞ്ഞ് ആശ്വസിക്കാം. എന്നാൽ പാർട്ടി വിട്ടുപോരുന്നവരെ ഉടനടി സ്ഥാനാർത്ഥികളാക്കി മാറ്റി പരീക്ഷിക്കുന്നത് പുനരാലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. G. സുധാകരൻ തുറന്നു പറഞ്ഞത് താനൊരു പാർട്ടിയിലേക്കുമില്ല, ഒരു മുന്നണിയിലേക്കുമില്ല എന്നാണ്. അങ്ങനെ ഒരു പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും ഇല്ല എന്ന് പറഞ്ഞ സുധാകരൻ്റെ പിന്നാലെ എന്തിനാണ് കോൺഗ്രസ് പാർട്ടി നടക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ലിജു കഴിഞ്ഞ തവണ വെറും 10,000-ഓ 11,000-ഓ വോട്ടിനാണ് തോറ്റുപോയത്. പിണറായി തരംഗം ആഞ്ഞു വീശിയപ്പോൾ പോലും മിടുക്കനായ കോൺഗ്രസ് നേതാവ് ലിജുവിന് കേവലം 11,000 വോട്ട് മാത്രമായിരുന്നു ജയിക്കാൻ കുറവ് സംഭവിച്ചത്. അതേ അമ്പലപ്പുഴയിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF സ്ഥാനാർത്ഥി ലിജുവിന് വിജയം ഉറപ്പായിരിക്കവേ എന്തിനാണ് സുധാകരന് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത്? വാസ്തവത്തിൽ ഇത്തരം പ്രതിസന്ധികളെ മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന പ്രവർത്തകരെ തന്നെ മത്സരിപ്പിച്ച് വേണം കോൺഗ്രസ് കഴിവ് തെളിയിക്കാൻ. ഇന്നലെ വരെ കോൺഗ്രസ് പാർട്ടിയെ തെറി പറഞ്ഞു നടന്നവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി അവർക്ക് സീറ്റ് കൊടുത്ത് പാർട്ടി പ്രവർത്തകരെ വെറുപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം കൂട്ടുനിൽക്കരുത്. ദയവായി ഇത്തരം ആളുകൾ തിരിച്ചറിയുകയും അവരെ ഒഴിവാക്കി കോൺഗ്രസ് പാർട്ടി അനുകൂലമായ അന്തരീക്ഷം മുതലെടുത്ത് മികച്ച സ്ഥാനാർത്ഥികളെ നിയോഗിച്ച് മാറ്റിയൊരുക്കുകയും വേണം. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിലൊരു തർക്കം മുറുകി വരുന്നു. MP മാർക്ക് മത്സരിക്കണമെന്ന മോഹം കലശലാവുന്നു. MLA-മാരെ MP-മാരെ മത്സരിപ്പിക്കുക, പിന്നീട് MP-മാർ MLA-മാരാവുക എന്നതൊക്കെ ജനാധിപത്യത്തിനൊട്ടും ഭൂഷണമല്ല. ഏത് MP മത്സരിക്കാൻ ശ്രമിച്ചാലും അവരെ നിരുത്സാഹപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണം. അങ്ങനെ MLA-മാരെ മത്സരിക്കാനും മന്ത്രിയാകാനും മോഹമുള്ളവർ തീർച്ചയായും MP ആവാൻ കച്ചകെട്ടി ഇറങ്ങരുതായിരുന്നു. MP-മാരായിരിക്കുന്നവർ MLA-മാരായി മത്സരിക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. K. സുധാകരൻ മുതൽ KC വേണുഗോപാൽ വരെ സകലർക്കും ബാധകമാവണം ഇത്. മുഖ്യമന്ത്രി കസേരയിലേക്ക് കോൺഗ്രസ് പാർട്ടി പരിഗണിക്കേണ്ടത് കഴിഞ്ഞ 5 വർഷം കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയേറെ ഉണർവുണ്ടാക്കിയ നേതാവ് ആരാണ് എന്ന് നോക്കി ആ നേതാവിനെ ആവണം. KC വേണുഗോപാലിന് ഡൽഹിയിൽ പിടിപ്പത് പണിയുള്ളപ്പോൾ കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നത് പോലും അനുചിതമാണ്. കോൺഗ്രസ് പാർട്ടി ദയവായി കാലത്തിനൊത്തു മാറിയില്ലെങ്കിൽ, സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുത്തില്ലെങ്കിൽ ജനങ്ങൾ ആ പാർട്ടിയെ സ്വീകരിക്കില്ല എന്ന് തിരിച്ചറിയുക. പിണറായിയെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു. ഈ ഭരണം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി കൂടി മനസ്സ് വയ്ക്കണം.